ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് പറഞ്ഞു കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു തുടങ്ങുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് അത്രയ്ക്കും ഇഫക്റ്റീവായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ ഒരുപാട് മാറ്റുന്ന വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വേറെ ഒന്നുമല്ല, നമ്മൾ കേൾക്കുന്ന ഒരു പഴയ അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് വാക്കാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എത്രയും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കാൻ പ്രാപ്തിയുള്ളവളാണ്, അല്ലെങ്കിൽ അവൾ പെട്ടെന്നൊന്ന് വീണു പോകത്തില്ലെന്നേ എന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ സമൂഹം. അത് ഇന്നത്തെ മാത്രമല്ല, പണ്ട് എന്നാണോ മനുഷ്യജന്മം ഉണ്ടായ അന്ന് തൊട്ടാണ് ഈ നിമിഷം വരെ വന്ന് നിൽക്കുമ്പോഴും. പക്ഷെ സത്യം പറഞ്ഞാൽ അതിലുള്ള യാഥാർത്ഥ്യം എന്താണെന്നറിയാം? ഇപ്പോഴും ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എത്രയോ സ്റ്റേജ് കടന്നാണെന്നറിയാവോ അവരവരുടെ ജീവിതം ജീവിക്കുന്നത്. പുരുഷനും അതുപോലെ തന്നെ. രണ്ടുപേരും നമുക്കൊന്ന് പറയാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവളുടെ ശൈശവം, ബാല്യം, കൗമാരം ഒക്കെ അവളുടെ മാതാപിതാക്കളുടെ കൂടെ, സഹോദരങ്ങളുടെ കൂടെയൊക്കെ വളരെ സന്തോഷിച്ച് അവർ ജീവിക്കുന്നു. ഒരു പെൺകുട്ടി ജീവിക്കുന്നു. ഇനി കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും കുട്ടിയുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരുപക്ഷെ ജോലിയൊക്കെ കിട്ടി ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ നിമിഷം തൊട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീ അവളുടെ എന്താ പറയുക, നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു സ്ത്രീക്ക് ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെന്ന്. ആ ഒരു കഴിവുകളുടെ തുടക്കം എവിടെ നിന്നാണെന്നറിയാമോ? എന്നാണോ ആ സ്ത്രീ വിവാഹിതയാകുന്ന ആ നിമിഷം തൊട്ട് ആ സ്ത്രീയുടെ തലയിൽ അല്ലെങ്കിൽ ആ സ്ത്രീ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു. ഒരുപാട് സ്ഥാനമാനങ്ങൾ ആ കുട്ടിക്ക്, ആ സ്ത്രീക്ക് ആ നിമിഷം മുതൽ കിട്ടുന്നു. ഇന്നലെ വരെ ഒരു കുട്ടി എന്നുള്ള സ്ഥാനത്ത് നിന്നും ആ വിവാഹിതയാകുന്ന ആ നിമിഷം തൊട്ട് ഒരു സ്ത്രീയായി മാറുന്നു. സ്ത്രീയിലേക്കും ആ സ്ത്രീയിൽ നിന്ന് ഒരു ഭാര്യ എന്നുള്ള പദവിയിലേക്കും വരുന്നു. ആ ഭാര്യ എന്ന് പറയുന്ന ആ ഒരു പദവി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ഒന്നും അവസാനിക്കുന്നില്ല. ജീവിതകാലം മുഴുവൻ ആ ഒരു പദവി ആ വ്യക്തിയെ അലങ്കരിക്കുന്നു, ഭാര്യയാകുന്നു. അധികം താമസിയാതെ തന്നെ അമ്മ എന്ന് പറയുന്ന ഒരു വേഷത്തിലേക്ക് വരുന്നു. ഇനി ഭാര്യയാകുന്ന നിമിഷം തൊട്ട് തന്നെ പലർക്കും മാമിയാകുന്നു, ആൻറ്റി ആകുന്നു. പല സ്ഥാനങ്ങളിലേക്ക് ആ സ്ത്രീയെ വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മരുമകളാകുന്നു, നാത്തൂനാകുന്നു, പല റോളുകളിലേക്ക് മാറുന്നു. ഇനി അവിടെ നിന്നും അമ്മ എന്ന് പറയുന്ന ഒരു മഹത്തായ ആ ഒരു ദൗത്യം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തെത്തുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീയുടെ, ആ കുട്ടി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും സ്ത്രീ എന്ന് പറയുന്നതിലേക്കുള്ള യാത്രയുടെ ഏറ്റവും വലിയ പരിസമാപ്തിയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നത്, ഒരു സ്ത്രീ എത്തിപ്പെടുന്നത്. ഏതൊരു വ്യക്തിയോടും ഒരു സ്ത്രീയോട് ചോദിച്ചാലും മതി, ആ വ്യക്തി എന്ന ജീവിതത്തിൽ ഓർക്കുന്ന നിമിഷങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞാൽ ആദ്യം എടുത്ത് പറയുന്നത് വിവാഹിതയായ ദിവസം. അതിനും ആധികാരികമായിട്ട് പറയും, ആദ്യം തന്നെ പറയും ഞാനൊരു അമ്മയായ ദിവസമാണെന്ന് പറയും. കാരണം എന്ന് പറഞ്ഞാൽ മാതൃത്വം എന്ന് പറയുന്നത് കേട്ടറിവ് മാത്രമുള്ള സ്ത്രീയിൽ നിന്നും അത് ശരീരത്തിൻ്റെ ജീവൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു നിമിഷം, തൻ്റെ ശരീരത്തിൽ നിന്ന് ആ കുഞ്ഞ് വേർപെടുന്ന ആ ഒരു നിമിഷം, ആ കുഞ്ഞിൻ്റെ കരച്ചിൽ, ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ തലോടൽ, ആദ്യമായി കൊടുത്ത അമ്മിഞ്ഞപ്പാൽ, ഇതൊന്നും ഒരിക്കലും ഒരു അമ്മയ്ക്കും ഒരു സ്ത്രീക്കും ഒരു സഹോദരിക്കും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇനി അതിനിടയിൽ ഒരുപാട് എന്താ പറയുക സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം, പേഴ്സണലി അറിയാം. ഇനി ഒരു മരുമകളായിട്ട് ഒരു പക്ഷേ നമുക്കൊരുപാട് പാളിച്ചകൾ പറ്റാം, നമ്മൾ വീണു പോകാം, സങ്കടപ്പെടാം, എനിക്കിനി ഈ ജീവിതം വേണ്ടേ എന്ന് വരെ നമ്മൾ ചിന്തിക്കാം. ഒരു ഭാര്യ എന്നുള്ള രീതിയിലും പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കും, എനിക്ക് ഈ ഭാര്യ പദവി വേണ്ട, ഞാൻ പോവുക, എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഈ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു കൈക്കുഞ്ഞ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ, നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മരിക്കില്ല. നമ്മൾ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആ ദയനീയ അവസ്ഥ, ഞാൻ മരിച്ചാൽ, ഞാൻ ഈ ലോകത്തില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ആരുണ്ട് എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ് ഇന്ന് പല സ്ത്രീകളും അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് സഹിക്കുന്നുണ്ട്, ഒരുപാട് എന്താ പറയുക ക്ഷമിക്കുന്നുണ്ട്, ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പല സ്ത്രീകളും. പക്ഷേ എപ്പോഴും അവർ പറയാതെ പറയുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവർ
സത്യം പറഞ്ഞാൽ ഒരു അമ്മ എന്നുള്ള ആ ഒരു പദവി നിലനിർത്തുക, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ വേറെ ആരെയും ഏൽപ്പിച്ചിട്ട് പോകാനില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടായിരിക്കും പല സ്ത്രീകളും ജീവിതത്തിൽ തോൽക്കാൻ തയ്യാറാകാത്തത്. അല്ലെങ്കിൽ ഇതിന് മുന്നേ അവർ പരാജയപ്പെട്ടു പോയത് ഒരു മരുമകൾ എന്ന സ്ഥാനത്ത് നിന്നും, ഒരു മാമി എന്നുള്ള സ്ഥാനത്ത് നിന്നും, അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നുള്ള സ്ഥാനം, അല്ലെങ്കിൽ ഒരു ആൻറ്റി എന്നുള്ള സ്ഥാനം, ഇതൊക്കെ അവർക്ക് എടുത്ത് കളഞ്ഞിട്ട് പോകാനായിട്ട് ഒരു പരിധി വരെ പറ്റും. പക്ഷേ ഒരു അമ്മ എന്നുള്ളൊരു സ്ഥാനത്ത് നിന്നും അവർ ചിന്തിക്കുമ്പോഴത്തേക്കും അവർ ആ നിമിഷം തൊട്ട് അവരെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ആ കുഞ്ഞിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ജീവിതത്തിൽ പൊരുത്തി നിൽക്കാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ പൊരുത്തി ജീവിക്കാൻ ശ്രമിക്കും. അവരെ കൊണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ നോക്കുന്നതിനോടൊപ്പമായിരിക്കും ഒരു വീടിൻ്റെ സർവത്ര കാര്യങ്ങളും സർവ്വ ജോലികളും, അത് വീട്ടിലെ ഏറ്റവും ഇസട്ട് ജോലികളും ഒരു സ്ത്രീ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീയാവുന്നത് അവൾ അമ്മയാവുമ്പോഴാണ്. അവൾക്ക് എന്നാണോ ആ ഒരു ഉത്തരവാദിത്വം അവളുടെ കയ്യിൽ കിട്ടുന്ന ആ നിമിഷം തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജന്മത്തിന് തന്നെ ഒരു പൂർണ്ണത വരുന്നത്. പിന്നീട് അവൾ ആ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ചിട്ടായിരിക്കും അവളുടെ ജീവിതം ജീവിച്ച് തീർക്കുന്നത്. ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മൾ ചിന്തിക്കും, അവളെന്താ പരാജയപ്പെടാത്ത, അവളെന്താ തോൽവി സമ്മതിക്കാത്ത, അവളെന്താ വീണ്ടും മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ചിന്തിക്കും. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ സുഹൃത്തുക്കളെ, അവളൊരു അമ്മയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് പല സ്ത്രീകളും ഇന്നും ജീവിതത്തിൽ പൊരുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മരണത്തിനും പരാജയത്തിനും മുന്നിലും വിട്ടുകൊടുക്കാൻ മനസ്സില്ല. അവർക്ക് മരിക്കാൻ താല്പര്യമില്ല, മനസ്സില്ല. കാരണം കുഞ്ഞിന് വേണ്ടി ജീവിക്കണം, മനസ്സിലായില്ലേ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് പല സ്ത്രീകളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധീരവനിതകളായിട്ട് മുന്നോട്ട് പോകുന്നത്. സമൂഹം പലതും പറയുമായിരിക്കും, സമൂഹം പലതും ചിന്തിക്കുമായിരിക്കും, സമൂഹം പലതും വ്യാഖ്യാനിക്കുമായിരിക്കും. പക്ഷെ അതൊന്നും ഇവരെ ഒന്നും ബാധിക്കില്ല. കാരണം ഇവർക്ക് ജീവിതം മുമ്പോട്ട് ഒരുപാട് ദൂരം പോകാറുണ്ട്. സോ അവർ പോവും. അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം അവർ മുന്നോട്ട് പോകും. അവരൊരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടത്തില്ല. കാരണം അവരുടെ ഊർജ്ജം അവരുടെ കുഞ്ഞ് തന്നെയാണ്. അവരുടെ കുഞ്ഞിന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, ആ ഒരു പുഞ്ചിരി മതി ഏത് വലിയ പ്രതിസന്ധി തരണം ചെയ്ത് ഏതൊരു അമ്മയ്ക്കും മുന്നോട്ട് പോകാനായിട്ട്, മുന്നോട്ട് ജീവിക്കാനായിട്ട്. ഇത്രയും ഞാൻ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ കടന്നുപോയ സ്റ്റേജൊക്കെ തന്നെയാണ്. ഈ ഒരു സ്റ്റേജിലും ഞാൻ നിൽക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതാണ് എന്നെപ്പോലുള്ള അമ്മമാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൽക്കാലം വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്